നമസ്കാരം മക്കളെ. അപ്പോൾ നമ്മൾ ബസന്ത് മേരെ ഗാവ്ക ആ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് ഒരു ചെറിയൊരു റിവിഷൻ അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ബസന്ത് മേരെ ഗാവ്ക പാഠത്തിൻ്റെ പേര്, പ്രോക്തി അത് ഏത് വിധ മീൻസ് ഏത് ടൈപ്പ് രചനയാണെന്ന് ചോദിച്ചാൽ ലേഖാണ്. പിന്നെ അതാരെ എഴുതിയത്? മുകേഷ് നൗട്യാൽ. ലേഖക നാം മുകേഷ് നൗട്യാൽ. ഇവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഹിമാലയി ആഞ്ചൽ അതായത് ഹിമാലയൻ താഴ്വരയിലെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് വർണ്ണിക്കുന്നത്. അതിൽ ഈ പാർട്ട് 1 അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവത്തെക്കുറിച്ചും കൂടി പറയുന്നുണ്ട്. ഫൂൽ ദേയ് ത്യോഹാർ, വസന്തത്തിൻ്റെ ഉത്സവമായ ഫൂൽ ദേയ് ത്യോഹാറിനെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് വാക്കുകൾ നമ്മൾ ആദ്യം പഠിക്കാം. ആദ്യം നമ്മൾ മകരസംക്രാന്തി, അതായത് ശിശിരകാലത്താണ് മകരസംക്രാന്തി വരുന്നത്. ഏകദേശം ടൈം നമ്മുടെ മാസത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ, ഫെബ്രുവരി അതായത് ജനുവരി പകുതിക്ക് ശേഷം ഫെബ്രുവരിക്ക് മുന്നേ നമ്മൾ ഇന്ത്യയിൽ ആഘോഷിക്കുന്ന വലിയൊരു ആഘോഷം തന്നെയാണ് മകരസംക്രാന്തി എന്ന് പറയുന്നത്. ഇന്ത്യയിലെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ പറയുന്ന പഞ്ചാചൂലി എന്ന പർവ്വതത്തെക്കുറിച്ചാണ്. 5 ബർഫാനി ചോട്ടിയോങ്ക സമൂഹ്, അതായത് 5 ശിഖരങ്ങളുടെ സമൂഹം, അതായത് 5 പർവ്വത ശിഖരങ്ങളുടെ സമൂഹമാണ് ബർഫാനി, മഞ്ഞു മൂടിയ 5 പർവ്വത ശിഖരങ്ങളുടെ സമൂഹമാണ് പഞ്ചാചൂടി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് ചൗഖമ്പ. ചൗ എന്ന് പറഞ്ഞാൽ 4, അപ്പോൾ 4 മഞ്ഞു മൂടിയ ശിഖരങ്ങളോട് കൂടിയ ഒരു സമൂഹം. ഓക്കെ, അപ്പോൾ 4 മഞ്ഞുമൂടിയ ശിഖരങ്ങളോടുകൂടിയ സമൂഹം 4 ബർഫാനി ചോട്ടിയോങ്ക സമൂഹ്, അതാണ് ചൗഖമ്പ. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗത്തിലെ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. മകരസംക്രമത്തിന് ശേഷം സൂര്യൻ എന്താ ചെയ്യുന്നത്? സൂര്യൻ പഞ്ചാചൂളിയിൽ നിന്ന് ചൗഖമ്പ പർവ്വതത്തിലേക്ക് തെന്നി നീങ്ങുകയാണ്. അത് പതുക്കെ തെന്നി നീങ്ങുക, അതായത് ഖിസക്ന തെന്നി നീങ്ങാൻ തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ലേഖകൻ തൻ്റെ മുത്തശ്ശി പറഞ്ഞൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ജ്യേഷ്ഠ മഹീന തക്ക് മതലബ് ജേഠ് മഹീന എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഏകദേശം മെയ് വരെ എന്താ ചെയ്യുക? സൂര്യൻ ഹർ സുബഹ്, സൂര്യൻ എല്ലാ ദിവസവും രാവിലെ ബാലിസ്ത് ഭർ ഛലാങ്ക് മാർത്താ ഹെ. ബാലിസ്ത് എന്ന് പറഞ്ഞാൽ ഒരു ചാൺ ദൂരത്താണ് ബാലിസ്ത് എന്ന് പറയുക. ഛലാങ്ക് മാർന്ന കുതിച്ചു ചാടുക. അപ്പോൾ സൂര്യൻ എല്ലാ ദിവസവും രാവിലെ ജ്യേഷ്ഠമാസം വരെ എങ്ങനെ ബാലിസ്ത് ഭർ ഛലാങ്ക് മാർത്ത, ഒരു ചാൺ ദൂരത്തിൽ കുതിച്ച് ചാടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് പഞ്ചാചൂലി എന്ന പർവ്വതത്തിൽ നിന്ന് ചൗഖമ്പ എന്ന പർവ്വതത്തിലേക്ക് സൂര്യൻ എത്തിച്ചേരാൻ വേണ്ട ടൈം എത്രയാ? പൂരെ 4 മഹീനെ, അതായത് 4 മാസത്തെ സമയം. ഓക്കെ, 4 മാസം. അതുപോലെ തന്നെ പഞ്ചാചൂലിയുടെയും ചൗഖമ്പയുടെയും ഐൻ ബീച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒത്ത നടുവിലായിട്ട് ഒരു പഹാഡുണ്ട്. പഹാഡ് എന്താ? ഒരു മല. അപ്പോൾ ആ മലയുടെ പേരാണ് നന്ദാ പർവ്വത്. ഒന്നുകൂടി പറയാം, പഞ്ചാചൂളിയുടെയും ചൗഖമ്പയുടെയും ഒത്ത നടുവിലുള്ള പർവ്വതത്തിൻ്റെ പേരാണ് നന്ദാ പർവ്വത്. അതായത് സൂര്യൻ പഞ്ചാചൂലിയിൽ നിന്ന് നന്ദാ പർവ്വതത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ പർവ്വതങ്ങളിലൊക്കെ എന്താ നല്ല മഞ്ഞ നിറമുള്ള ഒരിനം പൂക്കൾ വിരിയാൻ തുടങ്ങുന്നു. പൂവിൻ്റെ പേര് ഫ്യോൻലി എന്നാണ്. പീലെ ഫൂൽ, അതായത് മഞ്ഞ നിറമുള്ള പൂക്കളാണ്. ഓക്കെ, അതുപോലെ തന്നെ അതേപോലെ തന്നെ ഈ പഹാഡി ഢലാൻ എന്ന് പറഞ്ഞാൽ ആ കുന്നിൻ ആ പർവ്വതത്തിൻ്റെ ചെരുവുകളിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നത്? നല്ല സുന്ദരമായി നല്ല പടവുകൾ പോലെ, അതായത് ലെയർ കട്ടിങ്ങിൻ്റെ സ്റ്റൈലിൽ ഒരു വിളവുകൾ നട്ടിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ആ വയലുകളിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്? ഗേഹു കി ഹരിയാലി. ഗേഹു എന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ പച്ചപ്പുണ്ട്. ആ പച്ചപ്പിൻ്റെ ഇടയിൽ സർസോം കി പീലായി, നല്ല മഞ്ഞ നിറമുള്ള സർസോം, മസ്റ്റാർഡ്, കടുകിൻ്റെ മഞ്ഞപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. പസർ ജാത്തി ഹേ, പസർ ജാന പറഞ്ഞാൽ വ്യാപിക്കുക. അവിടെ മുഴുവൻ ഗേഹുവിൻ്റെ അതായത് ഗോതമ്പിൻ്റെ പച്ചപ്പിനിടയിൽ നല്ല മഞ്ഞ നിറമുള്ള കടുക് പൂക്കൾ വിരിഞ്ഞ് അങ്ങ് അവിടെ വ്യാപിച്ച് കിടക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? ബസന്ത് ബൗരാനെ ലഗ്താ ഹെ, അതായത് വസന്തം എത്തി. വസന്തം എന്ന ഋതു അല്ലെങ്കിൽ വസന്തകാലം അതിൻ്റെ വരവറിയിച്ചു കൊണ്ടാണ് പ്രകൃതിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നത്. ബസന്ത് ബൗരാനെ ലഗ്തായ, ബൗരാന എന്ന വാക്കിൻ്റെ അർത്ഥം ഉന്മത്ത് ഹോന, വസന്തം ഉന്മത്തമായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വസന്തം ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ ഫൂൽ ദേയ് ത്യോഹാർ. ഓക്കെ, ഫൂൽ ദേയ് ത്യോഹാറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് വൈകുന്നേരം വരെ കുട്ടികൾ എന്ത് ചെയ്തും? പൂക്കൾ ശേഖരിക്കും. വൈകുന്നേരം വരെ കുട്ടികൾ പൂക്കൾ ശേഖരിക്കും. ഈ പൂക്കൾ ഏതിലെ വെക്കുക? ഒരു റിങ്കാൽസെ ബനി ടോക്കരി. ടോക്കരി എന്ന് പറഞ്ഞാൽ
എന്താ ഒരു കൂടയാണ്. അതായത് റിങ്കാൽ എന്ന് പറഞ്ഞാൽ ഒരുതരം മുളയാണത്. ആ റിങ്കാൽ എന്ന ഒരുതരം മുള കൊണ്ടുണ്ടാക്കിയ കൂട, നമ്മൾ കൂട്ടാന്ന് പറയില്ല, കൂടകളിലാണ് ഈ പൂക്കൾ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, പൂക്കൾ പറിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പൂക്കൂടകൾ രാത്രി മുഴുവനും മൺകലത്തിലെ വെള്ളത്തിന് മുകളിൽ, മൺകലം ഗാഗ്ര, പാനീസേ ഭരി ഗാഗ്ര, അതായത് വെള്ളം നിറച്ച മൺകലങ്ങൾ ഉണ്ടാവില്ല, ആ മൺകലങ്ങളുടെ മുകളിൽ ഈ പൂക്കൂട വെക്കും. എന്തിനാ അങ്ങനെ വെക്കുന്നത്? അങ്ങനെ ചെയ്താൽ രാവിലെ ആകുമ്പോഴേക്ക് പൂക്കൾ വാടാതിരിക്കും. ഓക്കെ, അപ്പോൾ സുബഹ് തക് ഫൂൽ മുർച്ച ന ജായെ. ഇനി നേരം പുലർന്നു കഴിഞ്ഞാലോ, രാവിലെ ആയാലും എന്താ ചെയ്യല് കുട്ടികൾ അവരുടെ ടോളി എന്ന ഒരു ഗ്രൂപ്പായിട്ട്, ഗ്യാങ്ങായിട്ട് അവരെന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പായിട്ട് അവർ തലേന്ന് ശേഖരിച്ച പൂക്കളുണ്ടല്ലോ, ആ പൂക്കളും കൊണ്ട് വീടാന്തരം കയറി ഇറങ്ങും. ഓക്കെ, ചുമ്മാ കയറി ഇറങ്ങുന്നതല്ല, എന്താ ചെയ്യുന്നവർ, ആ വീടുകളിൽ പോയിട്ട് അവിടെ അതിൻ്റെ ദേഹരി, ഓരോ വീടുകളുടെ മുൻവശം, ദേഹരി പറഞ്ഞാൽ പടിവാതിൽ എന്നാണ് അർത്ഥം. അപ്പോൾ ആ പടിവാതിലിൽ അലങ്കരിക്കും, ഈ പൂക്കൾ കൊണ്ട് കുട്ടികൾ അലങ്കരിക്കും. അങ്ങനെ അലങ്കരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്ത് കൊടുക്കും, അതായത് അവിടെയുള്ള ആൾക്കാർ, അത് ആ വീട്ടിലെ ആൾക്കാർ കുട്ടികൾക്ക് ദക്ഷിണ കൊടുക്കും. അപ്പോൾ കുട്ടികൾക്ക് എന്താ ദക്ഷിണയായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചാവൽ, അരി, പിന്നെന്താ ഗുഡ് വെല്ലം, അതുപോലെ തന്നെ ദാൽ, പരിപ്പ്. ഈ 3 ഐറ്റംസാണ് സാധാരണയായിട്ട് നമുക്ക് എന്താ പറയുക ദക്ഷിണയായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അടുത്ത വീടുകളിൽ പോകും. ഈ ഒരു പ്രക്രിയ കുട്ടികൾ തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര ദിവസത്തേക്കാണ് ഇങ്ങനെ കൊടുക്കുന്നത്? 21 ദിവസത്തേക്ക്. ഓക്കെ, അതായത് ഈ സാധനങ്ങൾ 21 ദിവസം വരെ അവർ സൂക്ഷിക്കും. പിന്നെ ദേവിയെ യാത്രയക്കുന്ന എന്നൊരു സംഭവം, അത് ഫൂൽ ദേവിക്ക് വിദായി, ആ ഒരു ദിവസത്തോടു കൂടി വസന്തകാലത്തിലെ ഈ ഒരു ഉത്സവം അവിടെ സമാപ്തമാവുകയാണ്. ഇനി അവസാന ദിവസം, അന്തിം ദിൻ, ഇക്കട്ടി കീ ഗയി സാമഗ്രി, ഇക്കട്ട കർണ ടു കലക്ട്, അവിടെ ഇതുവരെ കളക്ട് ചെയ്ത എല്ലാ സാധന സാമഗ്രികളും കൊണ്ട് എന്ത് നടത്തുന്നു? സാമൂഹിക് ഭോജ് ബനാത്തെ. സാമൂഹിക് ഭോജ് എന്ന് പറഞ്ഞാൽ സമൂഹ സദ്യ. ഓക്കെ, അങ്ങനെ സമൂഹ സദ്യയൊക്കെ കൊടുത്തു. അതിനുശേഷം, അതായത് ഈ സമൂഹ സദ്യ അവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു, അവിടെ മുതിർന്നവർക്ക് വലിയ ഡ്യൂട്ടി ഇല്ല. അതായത് മുതിർന്നവർ എന്ന് പറയുന്നത് ബഡേ ലോകോങ്കോ, അവർക്ക് എന്താ ജോലി? കേവൽ സലാഹ് ദേന, അതായത് അവർ കുട്ടികൾക്ക് വേണ്ട സലാഹ് ദേന, നിർദ്ദേശം കൊടുക്കുക എന്ന് മാത്രം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്ന് മാത്രമേ ഈ പറയുന്ന മുതിർന്നവർക്ക് ജോലിയുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്? ബാക്കി സാരേ കാം ബച്ചേ കർത്തേ, കുട്ടികളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉത്തരാഖണ്ഡിലെ തന്നെ, അല്ലെങ്കിൽ കുട്ടികളുടെ ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പേര് ഓർമ്മ വരുന്നത്. കുട്ടികളുടെ ഉത്സവമാണ് ഫൂൽ ദൈ ത്യോഹാർ. അപ്പോൾ ഒന്നുകൂടി സൂചിപ്പിക്കാം, ഫൂൽ ദൈ ത്യോഹാർ എന്ന് പറയുന്നത് ബച്ചോं का त्योहार है, फूलों का त्योहार है, ബസന്ത് കാ ത്യോഹാർ ഹെ. വസന്തത്തിൻ്റെ ഉത്സവമാണ്, കുട്ടികളുടെ ഉത്സവമാണ്, അതുപോലെ പൂക്കളുടെ ഉത്സവമാണ്. ഓക്കെ, ഇവിടെ ഒരു വശത്തെ കുട്ടികളിങ്ങനെ പുഷ്പോത്സവം, അതായത് നമ്മുടെ ഫൂൽദേയ് ത്യോഹാറിൽ പങ്കെടുക്കുന്ന സമയത്ത്, അവരെങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത്, മറ്റൊരു ഭാഗത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മുതിർന്ന ആളുകളുണ്ടല്ലോ, മുതിർന്ന ആളുകൾ അവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ആഘോഷിക്കുകയാണ്. അത് 2 വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അവർ ആ ഒരു നൃത്തം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ അവർ പാട്ട് പാടുന്നത്. ആ സമയത്ത് അവർ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളുടെ പേരാണ് ഢോൽ ഢമാവു എന്നാണ് വാദ്യോപകരണത്തിൻ്റെ പേര്. ഢോൽ ഢമാവു എന്ന വാദ്യോപകരണത്തിൻ്റെ താളം ഉപയോഗിച്ച് അവർ പാടുന്ന പാട്ടിൻ്റെ പേരാണ് ചൈത്തി ഗീത്. ഓക്കെ, ആ ഗാനത്തിൻ്റെ പേര് ചൈത്തി ഗീത് എന്നാണ്. അതിലുപയോഗിക്കുന്ന വാദ്യോപകരണത്തിൻ്റെ പേര് ഢോൽ ഢമാവു. ഈ 2 കാര്യങ്ങളും വ്യക്തമായി ഓർമ്മിച്ച് വെക്കണം. പ്രധാനമായും ഈ ചൈത്തി ഗീതത്തിലെ പാട്ടുകൾ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ, ഒന്ന് പാണ്ഡവരുടെ ഹിമാലയ യാത്രയെക്കുറിച്ച്. ഓക്കെ, പാണ്ഡവരുടെ ഹിമാലയ യാത്രയെക്കുറിച്ചുള്ള കഥകളുണ്ട്. അതുപോലെ തന്നെ ആ പർവ്വത പ്രദേശങ്ങളിലെ അവിടെയുള്ള വീരന്മാരുടെ വീരകഥകളൊക്കെ ഈ ചൈത്തി ഗീതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി പരമ്പരാഗതമായ രീതിയിൽ ഈ ഢോൽ ഢമാവു ഒക്കെ എന്നീ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചൈത്തി ഗീത് പാടുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഔജി എന്നാണ് വിളിക്കുക. ഓക്കെ, പരമ്പരാഗതമായ രീതിയിൽ ഈ പറയുന്ന ചൈത്തി ഗീത് പാടുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് ഔജി. ഓക്കെ.